നമ്മൾ മിസ് ചെയ്യുന്ന അതേസമയം നമുക്ക് സമയം തരാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടു തരം ആളുകളെ കുറിച്ച് പറയാൻ മറന്നുപോയിട്ടോ. ഒന്ന് ടോക്സിക് ആയിട്ടുള്ള മനഃപൂർവ്വം നമ്മളെ ഇഗ്നോർ ചെയ്യുന്ന ആളുകൾ, അവരെ കുറിച്ച് പിന്നെ പറയാം. രണ്ടാമത് പറയുന്ന കാറ്റഗറി ഇമോഷണൽ കപ്പാസിറ്റി തീരെ ഇല്ലാത്ത, നമ്മൾ മിസ് ചെയ്യുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളെ കുറിച്ചാണ്. കൂടുതലും ഇത് ആണുങ്ങളിലാണ് കണ്ടുവരുന്നത്. എന്താന്ന് വെച്ചാൽ അവർ ചെറിയ പ്രായം തൊട്ടേ അവരുടെ ഇമോഷൻസിനെ ഡീൽ ചെയ്യാൻ പഠിച്ചിട്ടില്ല, ശീലിച്ചിട്ടില്ല, അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം. നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവും. അവർ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരികയോ വാങ്ങി തരികയോ ചെയ്യും. കാരണം വീട്ടുകാരെ നോക്കണം, വിശക്കുന്നവരെ നോക്കണം എന്നൊക്കെ കുട്ടിക്കാലം തൊട്ടേ കേട്ട് പഠിച്ചവരാണ്. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്, നിങ്ങളെ അവിടുന്ന് രക്ഷിക്കണം, അതവർക്ക് മനസ്സിലാവും. കാരണം പ്രൊട്ടക്ട് ചെയ്യണം എന്ന് കുട്ടിക്കാലം തൊട്ടേ അവർ കേട്ട് വളർന്നിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഫിസിക്കൽ ഇൻറ്റിമസി വേണം, അതും അവർക്ക് മനസ്സിലാവും. കാരണം അത് അവരുടെ ഒരു ബേസിക് നീഡാണ്. പക്ഷെ നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം വരുന്നു, ഇറിറ്റേറ്റഡ് ആണ്, പീരിയഡ്സ് പെയിൻ ആണ്, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഇമോഷണൽ കപ്പാസിറ്റി മിക്കവാറും അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഇതൊക്കെ അവരെ പഠിപ്പിക്കാനായിട്ട് ക്ഷമിച്ച് സഹിച്ച് കൂടെ നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഇമോഷണൽ കപ്പാസിറ്റി ഉള്ള ഒരു സ്പേസിലേക്ക് പോവുക. ഇത് രണ്ടും നമ്മുടെ തന്നെ ചോയ്സ് ആണ്.